ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ദിവസം 30 മോശ വീണ്ടും ഫറവോയുടെ മുമ്പിൽ. ഇന്ന ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 6ഉം 7ഉം അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം, 47-ാം സങ്കീർത്തനം എന്നിവ നമ്മൾ വായിക്കുന്നു. ഫറവോയുടെ പ്രതികൂല നിലപാട് മനസ്സിലാക്കിയ മോശയെ കർത്താവ് വീണ്ടും ഫറവോയുടെ പക്കലേക്ക് അയക്കുന്നു. കർത്താവിൻ്റെ ശക്തമായ കരം ഈജിപ്തിന് മേൽ പതിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും വർദ്ധിപ്പിക്കുന്നു. ലേവ്യരുടെ വംശാവലി ചരിത്രവും ഇക്കൂട്ടത്തിൽ നമുക്ക് വായിച്ച് ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും. എന്തെന്നാൽ ശക്തമായ കരം മൂലമായിരിക്കും അവൻ അവരെ വിട്ടയക്കുന്നത്. ശക്തമായ കരം മൂലമായിരിക്കും അവൻ തൻ്റെ ദേശത്തു നിന്ന് അവരെ പുറത്താക്കുന്നത്. മോശയെ വീണ്ടും അയക്കുന്നു. ദൈവം മോശയോട് സംസാരിച്ചു. അവിടുന്ന് അവനോട് അരുൾ ചെയ്തു, ഞാനാണ് കർത്താവ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ തമ്പുരാനായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും അവർ തത്കാലവാസം നടത്തിയിരുന്ന പ്രവാസഭൂമിയായ കാനാൻ ദേശം അവർക്ക് നൽകേണ്ടതിന് അവരുമായി എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേല്യരുടെ ദീനരോധനം ഞാൻ കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഇസ്രായേല്യരോട് പറയുക, ഞാനാണ് കർത്താവ്. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നീട്ടിയ ഭുജം കൊണ്ടും കഠിനമായ ന്യായവിധി കൊണ്ടും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ ഒരു ജനമായി സ്വന്തമാക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും. ഈജിപ്തുകാരുടെ അധ്വാനത്തിന് കീഴിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകേണ്ടതിനായി ഞാൻ ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി നൽകും. ഞാൻ കർത്താവാണ്. ഇസ്രായേല്യരോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും ക്ഷിപ്രകോപം മൂലവും കഠിന വേല മൂലവും അവർ മോശയെ ഗൗനിച്ചില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, ഇസ്രായേല്യരെ തൻ്റെ നാട്ടിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് നീ പോയി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിക്കുക. മോശ കർത്താവിൻ്റെ മുമ്പാകെ ഇപ്രകാരം ഉണർത്തിച്ചു, നോക്കൂ, ഇസ്രായേല്യർ എന്നെ ഗൗനിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഫറവോ എന്നെ കേൾക്കും? പോരെങ്കിൽ ഞാൻ സംസാര തടസ്സമുള്ളവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും സംസാരിക്കുകയും ഇസ്രായേല്യരെ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇസ്രായേല്യരോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും സംസാരിക്കാൻ അവരെ അനുശാസിക്കുകയും ചെയ്തു. ലേവ്യരുടെ വംശാവലി. അവരുടെ പിതൃകുടുംബ തലവന്മാർ ഇവരാണ്. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ മക്കളായ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവരാണ് റൂബൻ കുടുംബങ്ങൾ. ശിമയോൻ്റെ മക്കളായ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹർ, കാനാൻകാരിയുടെ മകനായ ഷാവുൽ എന്നിവരാണ് ശിമയോൻ കുടുംബങ്ങൾ. തങ്ങളുടെ തലമുറകൾക്കനുസരിച്ച് ലേവ്യരുടെ പേരുകൾ ഇവയാണ്: ഗർഷോൻ, ഗോഹത്ത്, മൊറാറി. ലേവിയുടെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഗർഷോന്യർ തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലിബ്നിയും ഷിമേയിയും. കൊഹാത്യർ അമ്രാം,
ഇസ്ഹാക്കർ, ഹെബ്രോൺ, ഉസിയേൽ എന്നിവർ. ഹൊഹാത്തിൻ്റെ ആയുഷ്കാലം 133 വർഷമായിരുന്നു. മെറാരിയർ, മെഹ്ലിയും മൂഷിയും. തങ്ങളുടെ തലമുറയനുസരിച്ച് ലേവായ കുടുംബങ്ങൾ ഇവയാണ്. അമ്രാം തൻ്റെ പിതൃ സഹോദരിയായ യൊക്കെബദിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി അഹ്റോൻ, മോശ എന്നിവരെ പ്രസവിച്ചു. അമ്രാമിൻ്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. ഇസ്ഹാഗിയർ, ഹോറക്, നെഫക്, സിക്രി എന്നിവർ. ഉസിയേല്യർ, മിഷായേൽ, എൽസാഫാൻ, സിത്രി എന്നിവർ. അഹ്റോൻ അമ്മിനാദാബിൻ്റെ പുത്രിയും നക്ഷോൻ്റെ സഹോദരിയുമായ എലീഷബായെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി നാദാബ്, അബിഹു, എലയാസർ, ഇത്താമാർ എന്നിവരെ പ്രസവിച്ചു. കൊറഹ്യർ, അസീർ, എൽക്കാന, അബിയാസഫ് ഇവരാണ് കൊറഹ്യ കുടുംബങ്ങൾ. അഹ്റോൻ്റെ പുത്രനായ എലയാസർ പുത്തിയേലിൻ്റെ പുത്രിമാരിൽ ഒരുവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി ഫിനെഹാസിനെ പ്രസവിച്ചു. ഇവരാണ് തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ലേവ്യരുടെ പൂർവിക തലവന്മാർ. ഈ അഹ്റോനോടും മോശയോടുമാണ് ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേല്യരെ അണിയണിയായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നത്. ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഈ അഹ്റോനും മോശയും തന്നെയാണ്. കർത്താവ് മോശയോട് ഈജിപ്ത് ദേശത്ത് വെച്ച് സംസാരിച്ച ദിവസം സംഭവിച്ചത് ഇതാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ കർത്താവാണ്, നിന്നോട് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഈജിപ്ത് രാജാവായ ഫറവോയോട് നീ സംസാരിക്കുക. മോശ കർത്താവിൻ്റെ മുമ്പാകെ ഉണർത്തിച്ചു: നോക്കൂ, ഞാൻ സംസാര തടസ്സമുള്ളവനാണ്, പിന്നെ എങ്ങനെ ഫറവോ എന്നെ ശ്രവിക്കും? പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം. ദൈവകരം ഈജിപ്തിനുമേൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു: നോക്കൂ, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നിന്റെ സഹോദരൻ അഹ്റോനാകട്ടെ ഫറവോയോട് അവൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേല്യരെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും. ഞാൻ ഫറവോയുടെ ഹൃദയം കടുപ്പിക്കും. ഈജിപ്ത് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും. എന്നാൽ ഫറവോ നിങ്ങളെ ശ്രവിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈജിപ്തിൽ എൻ്റെ കൈവയ്ക്കും. എൻ്റെ സൈന്യങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ പുറത്തു കൊണ്ടുവരും. ഈജിപ്തിന് മേൽ എൻ്റെ കൈനീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേല്യരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും. മോശയും അഹ്റോനും ചെയ്യാൻ കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു. അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് 80 വയസ്സും അഹ്റോന് 83 വയസ്സും പ്രായമായിരുന്നു. വടി സർപ്പമായി മാറും. കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഫറവോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും, നിങ്ങളുടേതായി ഒരത്ഭുതം തരൂ. അപ്പോൾ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുമ്പിലിടുക എന്ന് പറയണം. അതൊരു സർപ്പമായി തീരും. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹ്റോൻ തൻ്റെ വടി ഫറവോയുടെ മുമ്പിലും അവൻ്റെ സേവകരുടെ മുമ്പിലും എറിഞ്ഞു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു. അവരും, അതായത് ഈജിപ്തിലെ അഭിചാരകരും, തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ തന്നെ ചെയ്തു. ഓരോരുത്തരും തൻ്റെ വടി നിലത്തെറിഞ്ഞപ്പോൾ അവ സർപ്പങ്ങളായിത്തീർന്നു. എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങി. കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവനവരെ ശ്രദ്ധിച്ചില്ല. 1-ാം ബാധ. ജലം രക്തമായി മാറുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു: ഫറവോയുടെ ഹൃദയം കഠിനമാണ്. ജനത്തെ വിട്ടയക്കാൻ അവൻ വിസമ്മതിക്കുന്നു. പ്രഭാതത്തിൽ നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക. ഇതാ അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു. അവനെ കണ്ടുമുട്ടാൻ നീ നൈൽ തീരത്ത് നിൽക്കണം. സർപ്പമായി മാറിയ വടിയും നീ കയ്യിലെടുക്കണം. നീ അവനോട് പറയണം: മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയാൻ ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ഇതാ നീ ഇതുവരെ ശ്രവിച്ചില്ല. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതുമൂലം ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് നദിയിലെ ജലത്തിന്മേൽ അടിക്കും. അത് രക്തമായി മാറും. നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും. നദി ദുർഗന്ധം വമിക്കും.
നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈജിപ്തുകാർക്ക് അറപ്പുളവാക്കും. കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു, അഹ്റോനോട് പറയുക, നീ നിന്റെ വടിയെടുക്കുക, ഈജിപ്തുകാരുടെ ജലസ്രോതസ്സുകൾക്ക് മേൽ, അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും എല്ലാ ജലാശയങ്ങളുടെയും മേൽ നിന്റെ കൈ നീട്ടുക, അവ രക്തമായി മാറട്ടെ. ഈജിപ്ത് നാട്ടിൽ മുഴുവനും മരവികളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടായിരിക്കും. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും കൺമുമ്പിൽ വെച്ച് അവൻ വടിയുയർത്തി നദീജലത്തെ പ്രഹരിച്ചു. നദിയിലെ ജലമാകെ രക്തമായി മാറി. നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തു. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്ത് നാട്ടിലെങ്ങും രക്തമായിരുന്നു. ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ ചെയ്തു. കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. അവൻ അവരെ ശ്രവിച്ചില്ല. ഫറവോ മുഖം തിരിച്ച് സ്വഭവനത്തിലേക്ക് പോയി. ഇതിലും അവൻ തൻ്റെ ഹൃദയം പതിച്ചില്ല. നദീജലത്തിൽ നിന്ന് കുടിക്കാനാകാത്തതിനാൽ ഈജിപ്തുകാരെല്ലാം കുടിവെള്ളത്തിനായി നദീ പരിസരത്ത് കുഴികളുണ്ടാക്കി. കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് 7 ദിവസം പൂർത്തിയായി. 2-ാം പാത തവളകൾ നിറയുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഫറവോയുടെ അടുക്കൽ പോയി അവനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ സമ്മതിക്കാത്ത പക്ഷം ഇതാ തവളകളെ കൊണ്ട് നിന്റെ ഭൂപ്രദേശത്താകെ ഞാൻ ശിക്ഷിക്കും. നൈൽ നിറഞ്ഞ് തവളകൾ നിന്റെ വീട്ടിലും കിടപ്പുമുറിയിലും മെത്തമേലും നിന്റെ സേവകരുടെ വീടുകളിലും നിന്റെ ജനത്തിനിടയിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും കയറി വരും. നിന്റെയും നിന്റെ ജനത്തിൻ്റെയും നിന്റെ എല്ലാ സേവകരുടെയും മേൽ തവളകൾ കയറിപ്പറ്റും. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം. പ്രായശ്ചിത്തയാഗം. ശബ്ദസ്വരം കേട്ട് സാക്ഷിയായ ഒരു വ്യക്തി അവൻ കാണുകയോ അറിയുകയോ ചെയ്തിട്ടും ഏറ്റുപറയുന്നില്ലെങ്കിൽ തീർച്ചയായും പാപം ചെയ്യുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അല്ലെങ്കിൽ ഒരു വ്യക്തി മലിനമായ ഏതെങ്കിലും വസ്തു സ്പർശിക്കുമ്പോൾ, അത് മലിനമായ കാട്ടുജീവിയുടെ ജഡമായാലും മലിനമായ കന്നുകാലിയുടെ ജഡമായാലും മലിനമായ ഉരകത്തിൻ്റെ ജഡമായാലും അത് അവനിൽ നിന്ന് ഗോപ്യമായിരുന്നാൽ കൂടി അവൻ മലിനനും കുറ്റക്കാരനുമായിരിക്കും. അതുമല്ലെങ്കിൽ ഒരുവൻ മനുഷ്യമാലിന്യം, ഒരുവനെ അശുദ്ധനാക്കുന്ന ഏതു മാലിന്യവും സ്പർശിക്കുമ്പോൾ അത് അവനിൽ നിന്ന് ഗോപ്യമായിരിക്കുകയും പിന്നീട് അവൻ അറിയുകയും ചെയ്താൽ അവൻ കുറ്റക്കാരനായിരിക്കും. അഥവാ ഒരു വ്യക്തി തിന്മയ്ക്കായോ നന്മയ്ക്കായോ അധരങ്ങൾ കൊണ്ട് അശ്രദ്ധമായി ആണയിടുമ്പോൾ മനുഷ്യൻ ശബ്ദപൂർവം പുലമ്പുന്ന എല്ലാറ്റിനും അത് അവനിൽ നിന്ന് ഗോപ്യമായിരുന്നാൽ കൂടി പിന്നീട് അവൻ അറിയുമ്പോൾ അവയിൽ ഓരോന്നിനും അവൻ കുറ്റക്കാരനായിരിക്കും. ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ അതിനെ പ്രതി താൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയണം. താൻ ചെയ്ത പാപത്തെ പ്രതി കർത്താവിനുള്ള തൻ്റെ പ്രായശ്ചിത്തം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു പെണ്ണാടിനെ, ഒരു പെൺചെമ്മരിയാടിനെയോ പെൺകോലാടിനെയോ പാപമുക്തി യാഗമായി അവൻ കൊണ്ടുവരണം. പുരോഹിതൻ അവനെ പ്രതി അവൻ്റെ പാപമുക്തി യാഗം കൊണ്ട് പരിഹാരം ചെയ്യണം. അവൻ്റെ കഴിവിന് അപ്രാപ്യമാണ് ഒരാട് എങ്കിൽ താൻ പാപം ചെയ്തതിന് പ്രായശ്ചിത്തമായി കർത്താവിന് 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരണം. ഒന്ന് പാപമുക്തിയാഗത്തിനും മറ്റേത് ഹോമയാഗത്തിനും. അവൻ പുരോഹിതൻ്റെ അടുക്കൽ അവ കൊണ്ടുചെല്ലണം. അവൻ പാപമുക്തിയാഗത്തിനുള്ളതിനെ ആദ്യം കാഴ്ച നൽകണം. അതിൻ്റെ തല കഴുത്തുഭാഗത്ത് വെച്ച് പിരിച്ചൊടിക്കണം, എന്നാൽ വേർപെടുത്തരുത്. പാപമുക്തിയാഗത്തിൻ്റെ കുറച്ച് രക്തം അവൻ ബലിപീഠത്തിൻ്റെ പാർശ്വത്തിൽ തൂകണം. രക്തത്തിൽ ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഊറ്റിയൊഴിക്കണം. അത് പാപമുക്തിയാഗമാണ്. 2-ാമത്തേതിന് വിധിപ്രകാരം ഹോമയാഗം ചെയ്യണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. 2 ചങ്ങാലികൾക്കോ 2 പ്രാവിൻ കുഞ്ഞുങ്ങൾക്കോ വേണ്ട വിഭവശേഷി അവനില്ലെങ്കിൽ അവൻ തൻ്റെ കാണിക്കയായി 10-1 എഫാ നേരിയ മാവ് താൻ പാപം ചെയ്തതിന് മുക്തിയാഗമായി കൊണ്ടുവരണം. അവൻ അതിന്മേൽ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുത്, എന്തെന്നാൽ അത് പാപമുക്തിയാഗമാണ്. അവനത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈപ്പിടി നിറയെ കോരി ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള
അർപ്പണങ്ങളുടെ മേൽ ധൂമിക്കണം. അത് പാപമുക്തിയാഗമാണ്. ഇവയിൽ നിന്ന് ഓരോന്നിലും പുരോഹിതൻ അവൻ ചെയ്ത പാപത്തിന് അവനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. ധാന്യാർപ്പണം പോലെ ബാക്കി വരുന്നത് പുരോഹിതനുള്ളതായിരിക്കും. കർത്താവ് മോശയുടെ പ്രകാരം അരുൾ ചെയ്തു, ഒരു വ്യക്തി അവിശ്വസ്തമായി പെരുമാറി കർത്താവിൻ്റെ വിശുദ്ധ വസ്തുക്കൾക്കെതിരെ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ്റെ പ്രായശ്ചിത്തമായി വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിനനുസരിച്ച് തൻ്റെ മതിപ്പ് പ്രകാരം വെള്ളി ഷെക്കലിനുള്ള തികവുറ്റ ഒരു മുട്ട ആടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്തമായി കൊണ്ടുവരണം. വിശുദ്ധ സ്ഥലത്തിനെതിരെ തെറ്റ് ചെയ്തത് അവൻ പരിഹരിക്കണം. അതിന്മേൽ അതിൻ്റെ 5 കൂടി ചേർക്കണം. അവനത് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തയാഗത്തിനുള്ള മുട്ടാടിനെ കൊണ്ട് അവനെ പ്രതി പരിഹാരം ചെയ്യട്ടെ. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. ചെയ്യപ്പെടരുതെന്ന കർത്തൃ കൽപ്പനകളിൽ ഏതെങ്കിലും ഒരെണ്ണം ലംഘിച്ച് ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അവൻ കുറ്റക്കാരനാണ്. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. തൻ്റെ മതിപ്പ് പ്രകാരമുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്തമായി അവൻ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അറിയാതെ അബദ്ധത്തിൽ ചെയ്ത അവൻ്റെ തെറ്റിന് പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. അത് പ്രായശ്ചിത്തയാഗമാണ്. അവൻ തീർച്ചയായും കർത്താവിനെതിരെ കുറ്റക്കാരനാണല്ലോ. കർത്താവ് മോശയോട് പറഞ്ഞു, ഒരു വ്യക്തി കർത്താവിനെതിരെ പാപം ചെയ്ത് അവിശ്വസ്തത കാണിക്കുന്നെങ്കിൽ നിക്ഷേപം സംബന്ധിച്ചോ ഈടുവച്ചത് സംബന്ധിച്ചോ കൊള്ളവസ്തു സംബന്ധിച്ചോ അയൽക്കാരനെ വഞ്ചിക്കുകയോ അയൽക്കാരനെ ചൂഷണം ചെയ്യുകയോ നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയിട്ട് അത് സംബന്ധിച്ച് വഞ്ചിക്കുകയോ ചെയ്തിട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വ്യാജ ശപഥം നടത്തി തെറ്റ് ചെയ്യുന്നതിന് ഒരു മനുഷ്യൻ മുതിർന്നാൽ അവൻ പാപം ചെയ്ത് കുറ്റക്കാരനാകുന്നു. അപ്പോൾ അവൻ കവർന്നെടുത്ത വസ്തുവാകട്ടെ, ചൂഷണം ചെയ്തുണ്ടാക്കിയ നീചലാഭമാകട്ടെ, തൻ്റെ പക്കൽ പണയം വെച്ച വസ്തുവാകട്ടെ, അവൻ കണ്ടെത്തിയ നഷ്ടവസ്തുവാകട്ടെ തിരിച്ചു കൊടുക്കണം. അഥവാ എന്തൊന്നിനെ പ്രതിയാണോ അവൻ വ്യാജസത്യം ചെയ്തത് അതിൻ്റെ ശീർഷമൂല്യത്തോട് അതിൻ്റെ 5 ചേർത്ത് തൻ്റെ പ്രായശ്ചിത്ത ദിനത്തിൽ ആർക്കാണോ അവൻ അത് നൽകേണ്ടത് അവന് അത് നഷ്ടപരിഹാരമായി നൽകണം. അവൻ തൻ്റെ പ്രായശ്ചിത്തമായി നിൻ്റെ മതിപ്പ് പ്രകാരമുള്ള മികവുറ്റ ഒരാ മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു പ്രായശ്ചിത്തയാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കർത്താവിന് കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ പുരോഹിതൻ അവനെ പ്രതി പാപപരിഹാരം ചെയ്യുമ്പോൾ കുറ്റകാരണമായി അവൻ ചെയ്ത ഓരോന്നും അവനോട് ക്ഷമിക്കപ്പെടും. 47-ാം സങ്കീർത്തനം. ജനതകളുടെ മേൽ വാഴുന്ന ദൈവം. ഗായിക നേതാവിന് കൊറഹ്യരുടേത് കീർത്തനം. സകല ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ, ഹർഷാരവത്താൽ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഭീതിതനായ അത്യുന്നതനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും മേൽ മഹാരാജാവാണ്. അവിടുന്ന് ജനതകളെ നമുക്ക് കീഴിലും ജനപദങ്ങളെ നമ്മുടെ കാൽക്കീഴിലുമാക്കുന്നു. അവിടുന്ന് നമ്മുടെ അവകാശം, താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം നമുക്കായി തിരഞ്ഞെടുത്തു. ദൈവം ജയഘോഷത്തോടെ, കർത്താവ് കാഹളനാദത്തോടെ ആരോഹണം ചെയ്തു. പാടിപ്പുകഴ്ത്തുവിൻ, ദൈവത്തെ നിങ്ങൾ പാടിപ്പുകഴ്ത്തുവിൻ. കീർത്തനമാലപിക്കുവിൻ, അവിടുന്ന് നമ്മുടെ രാജാവിന് കീർത്തനമാലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാകിയാൽ നിങ്ങൾ സമുചിത ഗീതം ആലപിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. ദൈവം തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ജനനേതാക്കന്മാർ സമ്മേളിക്കുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിൻ്റേതാണല്ലോ. അവിടുന്ന് മഹോന്നതനാണ്.